ബ്ലെസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 173 യിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയുന്നു, യെശയ്യാവ് 10 മുതൽ 13 വരെ, എഫെസ്യർ 5-ാം അധ്യായം നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരിക്കുമായിരിക്കും എന്നറിയാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ആദ്യത്തെ ചോദ്യം, രണ്ടക്ഷരമുള്ള ഒരു സ്ഥലപ്പേരിന്റെ ഇടത്ത് നിന്ന് വലത്തോട്ട് വായിച്ചാൽ ബൈബിളിലെ മറ്റൊരു സ്ഥലപ്പേര് കാണാം. എങ്കിൽ രണ്ട് സ്ഥലപ്പേരുകൾ എഴുതുക. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. രണ്ടക്ഷരമുള്ള ഒരു സ്ഥലപ്പേരിന്റെ ഇടത്ത് നിന്ന് വലത്തോട്ട് വായിച്ചാൽ ബൈബിളിലെ മറ്റൊരു സ്ഥലപ്പേരും കാണാം. എങ്കിൽ രണ്ട് സ്ഥലപ്പേരുകൾ എഴുതുക. രണ്ടാമത്തെ ചോദ്യം, മനുഷ്യനോ മൃഗമോ പക്ഷിയോ അല്ല, എന്നാലും ഇതിന് നാവുണ്ട്. ഏതിന്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. മനുഷ്യനോ മൃഗമോ പക്ഷിയോ അല്ല, എന്നാലും ഇതിന് നാവുണ്ട്. ഏതിന്? മൂന്നാമത്തെ ചോദ്യം, ശരീര അവയവത്തെ ശിക്ഷിക്കുവാൻ ഉപയോഗിക്കുന്ന വസ്തുവിനോട് ഉപമിച്ചിരിക്കുന്നു. ഏതാണ്? ഒരു ശരീര അവയവത്തെ ശിക്ഷിക്കുവാൻ ഉപയോഗിക്കുന്ന വസ്തുവിനോട് ഉപമിച്ചിരിക്കുന്നു. ഏതാണ്? നാലാമത്തെ ചോദ്യം, യഹോവയായ കർത്താവ് പുഷ്ടിയുള്ളവരുടെ ഇടയിൽ അയക്കുന്ന രോഗം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. യഹോവയായ കർത്താവ് പുഷ്ടിയുള്ളവരുടെ ഇടയിൽ അയക്കുന്ന രോഗം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ച ഒരു കാര്യം പൗലോസ് തന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഏതാണ്? യഹോവയായ ദൈവം മനുഷ്യനോട്, അതായത് ആദാമിനോട് കൽപ്പിച്ച ഒരു കാര്യം പൗലോസ് തന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. ഏതാണ്? അപ്പൊ ഇതൊക്കെയാണ് 5 ക്വസ്റ്റ്യൻസ് കേട്ടോ. എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരങ്ങൾ വിത്ത് റെഫറൻസ് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചോളൂ. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ശരി ഉത്തരങ്ങളുമായിട്ട് നാളെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.